അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റിവെച്ചില്ല എങ്കിൽ നമ്മെ വലിയ നാശത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. സമൂഹത്തിനും സമുദായത്തിനും നായുടെ വില പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു 10 ശീലങ്ങൾ, അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് മാറ്റിവെക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും ജീവിതത്തിൻ്റെ സന്തോഷത്തിനും ഇത് മാറ്റിവെക്കൽ നിർബന്ധമാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാളേക്ക് കാര്യങ്ങളെ മാറ്റിവെക്കുക. നാളെ ചെയ്യാമെന്നുള്ളത്, നാളെ എന്നുള്ളൊരു ദിവസമില്ല. ഇന്നുണ്ട്, നാളെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. നാളെ ചെയ്യാമെന്ന് മാറ്റിവെച്ചവൻ ഒരിക്കലും വിജയിക്കില്ല. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്യണം, എന്നാലേ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂ. രണ്ടാമത്തത് അമിതമായ ഉറക്കം. സുഖിച്ചു ഉറങ്ങി കാര്യങ്ങൾ നേടാമെന്ന് വിചാരിക്കുന്നവൻ ഒരിക്കലും വിജയിക്കാൻ സാധ്യമേ അല്ല. ഉറക്കത്തിൽ കാണുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സ്വപ്നങ്ങൾ. നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നങ്ങൾ. അതുപോലെ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കുക എന്നുള്ളത്. സ്വർണത്തെ സ്വർണമാണോ എന്ന് പരിശോധിക്കാൻ അതിനെ തേച്ചും ഉറച്ചും നോക്കിയിട്ടാണ് അത് സ്വർണമാണോ എന്ന് നാം തീർമാനിക്കുന്നത്. ഒരു മനുഷ്യനെ അന്ധമായി അങ്ങ് വിശ്വസിച്ചാൽ തീർച്ചയായും അപകടത്തിൽപ്പെടും. എത്ര ആളുകളാണ് ജീവൻ വരെ ഒടുക്കാൻ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഒരു മനുഷ്യനെ അന്ധമായി അങ്ങ് വിശ്വസിക്കും. എന്തു പറഞ്ഞാൽ അങ്ങ് അന്ധമായി, എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി കണ്ട് അങ്ങ് അന്ധമായി വിശ്വസിക്കുക. അത് നമ്മുടെ ജീവിതത്തെ വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകും. അതുപോലെ നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്. രഹസ്യം നാം പറഞ്ഞാൽ ഏത് സമയത്ത് ഈ രഹസ്യം പറഞ്ഞ വ്യക്തി നമ്മെ വഞ്ചിക്കുന്നറിയില്ല. അതുകൊണ്ട് നമ്മുടെ രഹസ്യം ഒരിക്കലും, നമ്മുടെ ന്യൂനതകൾ നാം അങ്ങോട്ട് പറഞ്ഞാൽ സമൂഹം സമുദായം നമ്മളെ കീഴ്പ്പെടുത്താൻ നോക്കുകയാണ്. നമ്മുടെ ബലഹീനത നമുക്ക് അത് അപകടമാണ്. ഒരിക്കലും രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞു പോകരുത്. അനാവശ്യമായ തർക്കങ്ങൾ, വിവരമില്ലാത്ത ആളുകളോട് തർക്കിച്ചിരിക്കൽ, അതിൽ ഒരു നേട്ടവുമില്ല. അതിലേറ്റവും വിവേകമെന്ന് പറയുന്നത് ആ തർക്കത്തിൽ നിന്ന് ഒഴിവാക്കി ആ സമയം മറ്റെന്തെങ്കിലുമൊക്കെ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അനാവശ്യമായ വാട്സപ്പിലേക്ക് നോക്കണം, പകലൊന്നില്ലാതെ തർക്കിക്കുന്നവർ. അതിലെന്ത് കാര്യമാണ്, എന്ത് നേടാനാണ്? ഒരാളെ നന്നാക്കാൻ വേണ്ടിയാണോ ആ തർക്കം? ഒരിക്കലും അത് നന്നാകുന്നതല്ല. ആ തർക്കങ്ങളെല്ലാം ഒഴിവാക്കി അനാവശ്യമായ വിഷയത്തിൽ ചർച്ചകൾ, അത് ഒരു ഫലവും ഉണ്ടാക്കുന്നില്ല. അത് ഒഴിവാക്കേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. മറ്റൊന്ന് പണത്തോട് വല്ലാത്ത ആർത്തി. പണത്തോട് വല്ലാത്ത ആർത്തി ഒരു മനുഷ്യന് വന്നാൽ അവൻ ഏത് കുറ്റകൃത്യവും ചെയ്യും. അവൻ ഏറ്റവും വലിയ ക്രൂരനായി മാറും എന്നുള്ളതാണ്. പണത്തോട് അത്യാർത്തി അതൊരിക്കലും ഒരു മനുഷ്യന് യോജിച്ചതല്ല. പിന്നെ അച്ചടക്കമില്ലായ്മ ജീവിതം. നമ്മുടെ ജീവിതത്തിൻ്റെ അച്ചടക്കം ഒരു ചങ്ങലയുടെ ഒരു കൊളുത്ത് പോലെ അതിങ്ങനെ കൊളുത്ത് പിന്നെ ഒരു വലിയ ഒരു സംരക്ഷണം ഉണ്ടാകും. ജീവിതത്തിൽ അച്ചടക്കം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അച്ചടക്കമില്ലായ്മ, രാവിലെ എഴുന്നേൽക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അച്ചടക്കത്തിലുള്ള ജീവിതമല്ല എങ്കിൽ ജീവിതം നശിഞ്ഞു പോകും. മറ്റൊന്ന്, മറ്റുള്ളവരെ എന്തെങ്കിലും ആരോപിച്ചുകൊണ്ട് എന്തെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം, അതിൽ ഒരു കാര്യവുമില്ല. അത് പരലോകത്തും നമുക്കത് വലിയ നഷ്ടമാണ്. നമ്മുടെ അമലുകളെല്ലാം അവർക്ക് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്കും എത്തും. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് നാം പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. മറ്റുള്ളവരെ പറയുന്നത് നാം കേട്ടതുകൊണ്ട് നമുക്കെന്തും നേടാനില്ല. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പഠനം നിർത്തുക എന്നുള്ളത്. പഠനം എന്നുള്ളത് മരണം വരെ, തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എനിക്കെല്ലാം തികഞ്ഞു എന്ന് നാം എപ്പോൾ വിചാരിക്കുന്നു അതോടുകൂടി നമ്മുടെ നാശം തുടങ്ങി. പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠനം നിർത്തരുത്. മരണം വരെ നാം ഒരു വിദ്യാർത്ഥിയായിരിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് ചിന്തകളെ ഓർത്ത്
നമ്മളെക്കുറിച്ച് ഒരുപാട് നല്ല 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 കാര്യങ്ങളുണ്ടാവും. അതിലേക്കായിരിക്കും നമ്മുടെ ചിന്തകൾ. മറ്റുള്ളവരുടെ എന്തെങ്കിലും നമ്മെ ബാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ഓർത്തിട്ട് ആ പറഞ്ഞവൻ പോയി നാം അതിനെ ഓർത്ത് സങ്കടപ്പെട്ടിട്ടൊന്നും നേടാനില്ല. നമ്മെക്കുറിച്ച് ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നവർ, അതുപോലെ നമ്മെക്കുറിച്ച് നല്ലത് പറയുന്നവർ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. വളരെ പ്രധാനപ്പെട്ട 10ാമത്തെ കാര്യം എന്നുള്ളത് ആരോഗ്യം അവഗണിക്കരുത് എന്നുള്ളതാണ്. ഒരുപാട് സമ്പത്തുണ്ട്, എല്ലാമുണ്ട്, അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. ആരോഗ്യത്തിൻ്റെ കാര്യം അത് ഗൗരവമാണ്. ആരോഗ്യത്തോടു കൂടിയുള്ള ജീവിതം എന്നുള്ളത് ഗൗരവമാണ്. ഈ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒഴിവാക്കിയാൽ നാം വലിയ നാശത്തിലേക്കാണ് നമ്മെ ചെന്നെത്തിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ വലിയ ഇത്തരത്തിലുള്ള ശീലങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നാം അത് ഇന്ന് തന്നെ മാറ്റിവെക്കണം. നാളത്തേക്ക് നീട്ടിവെക്കാതെ നല്ലൊരു ജീവിതം പണിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.